വീണ്ടും സോണിയാഗാന്ധിയും സ്വർണ്ണക്കൊള്ളയുമാണ് ശിവൻകുട്ടി പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അതേ സഭയിൽ ഇത് പറഞ്ഞിരുന്നതാണ്. മിനിസ്റ്റർ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ, ആൻസർ പറഞ്ഞോ, മിനിസ്റ്റർ ആൻസർ പറഞ്ഞോ, ശബ്ദം മാറിട്ട് ആൻസർ പറഞ്ഞോ, അത് പറയാം സാർ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ, ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ. യെസ് മിനിസ്റ്റർ, പ്ലീസ് പ്ലീസ് മിനിസ്റ്റർ. സാർ പറയാം സാർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ, ഒന്ന് നിശബ്ദമായിക്കോട്ടെ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ എന്നതാണ്. വീരൻ എന്ന വാക്കിന്റെ അർത്ഥത്തെ കുറിച്ചുകൂടി അദ്ദേഹത്തിന് നല്ല അറിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗർഭചിത്രം നടത്തിയ വീരന്മാർ പോകൂ പോകൂ എന്ന് KT ജലീലാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പ്രതിപക്ഷ മുദ്രാവാക്യത്തിനെതിരെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. ഇങ്ങോട്ട് വിരട്ടാൻ വരേണ്ട, ഞങ്ങൾ ഓട് പൊളിച്ചു വന്നവരല്ല എന്നതാണ് ശിവൻകുട്ടി പറയുന്നത്. സാറിന്റെ ഞാൻ പറയട്ടെ, ഒന്ന് കേൾക്കോ? പറട്ടെ. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽപ്പെട്ട ബാലുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നായി ലയിപ്പിച്ച് ബാലുശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു മാതൃകാ സ്കൂളാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലഭിച്ചിരുന്നു. രണ്ട് സ്കൂളിലെയും PTA, SMC എന്നിവരും അധ്യാപക സംഘടനകളും അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാർ, പ്രസ്തുത വിഷയത്തിൽ താമരശ്ശേരി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ രണ്ട് വിദ്യാലയങ്ങളും ലയിപ്പിക്കുകയാണെങ്കിൽ SPC, ജൂനിയർ റെഡ് ക്രോസ്, ഗൈഡ്സ്, ലിറ്റിൽ ഗൈഡ്സ് എന്നിവ സംയോജിപ്പിച്ച് ശക്തമായ പാഠ്യേതര പ്ലാറ്റ്ഫോം സാധ്യമാകുമെന്നും ഇന്നൊവേഷൻ ലാബ്, ഫിറ്റ്നസ് സെന്റർ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ ലഭ്യമാക്കുമെന്നും സംയോജിത ലൈബ്രറികളുടെയും ലാബുകളുടെയും മെച്ചപ്പെട്ട ഡിജിറ്റൽ പഠന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സാർ, ലയന സാധ്യമാകുമ്പോഴുണ്ടാകുന്ന ജീവനക്കാരുടെ പുനരധി വിന്യാസവും അടിസ്ഥാന വികസന സൗകര്യ വികസനവും താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുന്നേ, ബഹുമാനപ്പെട്ട അംഗങ്ങളെ ഒന്ന് കേൾക്കണത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ സ്കൂളുകളുടെ ലയനം മൂലം ഒരു സ്കൂൾ നഷ്ടമാകുന്നു വന്ന സ്ഥിതി പറഞ്ഞ് അടച്ചുപൂട്ടരുന്നതാണ് സർക്കാരിന്റെ നയം. സാർ, എന്നിരുന്നാലും ഒരു പ്രദേശത്തെ കുട്ടികൾക്ക് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പഠന കായിക അന്തരീക്ഷം ഈ സ്കൂളുകളുടെ ലയന മുഖേന ലഭിക്കുന്നുവെന്നുള്ള റിപ്പോർട്ട് പരിഗണിച്ചും മന്ത്രി ശിവൻകുട്ടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് പ്രതിപക്ഷ അംഗങ്ങളുടെ ഒരു സഹകരണം തേടിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുകയാണ്.